രാവിലെ തന്നെ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അതായത് അമ്മയുടെ തറവാട് വീട്ടിലേക്ക്. അവിടെ ഇപ്പൊ താമസിക്കുന്ന മാമനും മാമിയും അവരുടെ മക്കളൊക്കെയാണ്. അവർക്ക് തറവാട് വീടിനടുത്ത് തന്നെ പുതിയ വീടൊക്കെ എടുക്കുന്നുണ്ട്. ആ പുതിയ വീടിന്റെ കട്ടില വെപ്പായിരുന്നേ ഇന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 8:15 ആവുമ്പോഴേക്കും ഞാനും അമ്മയും തറവാട്ട് വീട്ടിലെത്തിയേ. സത്യം പറഞ്ഞ സ്വന്തം വീടിന്റെ കട്ടില വെപ്പ് പോലും കാണാൻ ഭാഗ്യം കിട്ടിയിരുന്നില്ലേ. ഞാനപ്പൊ 4ാം ക്ലാസ്സിലായിരുന്നേ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താന്നറിയാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നേ. അങ്ങനെ കട്ടില വെപ്പിന് മുന്നേയുള്ള പൂജയാണ് ഇത്. പൂജ കഴിഞ്ഞപ്പോ എല്ലാരും അരിയൊക്കെ ഇട്ട് പിന്നെ എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ ആദ്യം കാണുന്നത് കൊണ്ട് തന്നെ എന്താണെന്നൊന്നും എനിക്കറിയില്ലേ. അങ്ങനെ നമ്മളെ ചടങ്ങിലേക്ക് കിടക്കാണ്. മാമനും മാമിയും മക്കളും എല്ലാവരും കൂടി കട്ടില എടുത്തു വെച്ചേ. ഇതാണല്ലേ കട്ടില വെപ്പ്. ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെയൊക്കെ വീടിന്റെ കട്ടില ആരാണ് എടുത്തു വെച്ചത് പോലും എനിക്കറിയില്ലേ. പാവ അമ്മയ്ക്കും അറിയില്ലേ. അതൊക്കെ ഒരു കാലം. പിന്നെ എന്തൊക്കെ ചടങ്ങുകളൊക്കെ നടന്നേ. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി എല്ലാവരും വിളക്കിലേക്ക് അരിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചേ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ തറവാട്ട് വീട്ടിലേക്ക് എല്ലാരും പോയേ. തൊട്ട് ബാക്ക് തന്നെയാണ് തറവാട് വീട്. തറവാട് വീടിന്റെ മുറ്റത്ത് തന്നെയാണ് മാമൻ പുതിയ വീട് എടുക്കുന്നത്. അങ്ങനെ മുറ്റത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ കാത്തുപൂച്ച വരാന്തയിലുണ്ടായിരുന്നേ. ആൾക്ക് ഞാൻ വീഡിയോ എടുത്ത് തീരെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നേ. എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാരും കിച്ചണിലെത്തി കടികളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായ. ഇത് ബിസ്ക്കറ്റ് ഒക്കെ പൊട്ടിച്ചിടുമ്പോ ഇതാ മാമന്റെ മോ ഷിഞ്ചു വന്നിട്ട് ഇതാ ബിസ്ക്കറ്റ് നൈസായിട്ടൊന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ തന്നെ ബിസ്ക്കറ്റ് എടുത്ത് അവൻ ഓടിയേ. ബിസ്ക്കറ്റ് കാര്യപ്പോ കിണ്ണത്തപ്പോ കേക്ക് പഴോ അതൊക്കെയായിരുന്നേ കടികളായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കടികൾ എല്ലാരും കൂടി മേശപ്പുറത്ത് എടുത്ത് വെച്ചേ. അതിനിടെ മാമി ചായ ഉണ്ടാക്കുമ്പോ ഞാൻ പോയി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ മാമി ഇങ്ങനെ പറയുന്നതാണ് ഇത്. ആദ്യം തന്നെ പണിക്കാർക്കൊക്കെ ചായ കൊടുത്തേ. അപ്പോഴേക്ക് ഷിഞ്ചു പൂജയുടെ പ്രസാദമായിട്ട് വന്നേ. അങ്ങനെ ഷിഞ്ചു കിച്ചണിൽ നിന്ന് എല്ലാവർക്കും പൂജയുടെ പ്രസാദം കൊടുക്കാണ്. അവസാനം എനിക്കും തന്നെ. എനിക്ക് പഴം കൂടുതലുള്ളത് അത്ര ഇഷ്ടമല്ലേ. ഇതിലാണെങ്കിൽ അവിലിനേക്കാളും കൂടുതൽ പഴമായിരുന്നേ ഉണ്ടായേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മതി പറഞ്ഞിട്ടാണ് വാങ്ങിയത്. മാമി ഇതാ ഒന്നും കൂടി പ്രസാദം കഴിക്കുമ്പോൾ എല്ലാവരും അതിനിടയിൽ കൈനീട്ടി ഒന്നും കൂടി വാങ്ങിച്ചേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിക്കാനായി പുറത്ത് വന്നിരുന്നേ. അതിനിടയിൽ നിന്ദുനോട് ഞാൻ വീഡിയോയിൽ നോക്കാൻ പറഞ്ഞതാണ്. അവൾക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വീഡിയോ നോക്കുന്നതെന്നും. ഇപ്പൊ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന്. ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒത്തുകൂടുന്ന നിമിഷങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും മാമിയുടെ കാത്തുപൂച്ച ഇതാ പിന്നെയും വന്നേ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കാത്തു കുറച്ച് സമയം അവിടെ നിന്ന് സ്റ്റക്ക് ആയ പോലെ നിന്നെ. പിന്നെ മൈൻഡ് ആക്കാതെ ഒറ്റ പൊക്ക് പോയി. കാത്തുവിനെ കണ്ടപ്പോ തന്നെ മാമി പോയി കേക്കൊക്കെ എടുത്തു തന്നെ. കേക്ക് കണ്ടപ്പോ തന്നെ കാത്തു ഓടി വന്ന് പിന്നെ കേക്ക് കഴിക്കാൻ തുടങ്ങിയ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാത്തുവിന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് മാമി പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയേ. ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയേ. അപ്പൊ ഓക്കെ ബൈ.